കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിൽ ഊർജിതം. റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ സിഗ്നൽ കണ്ടെത്തി. ലോറിയാണെന്ന് ഉറപ്പിക്കാൻ മണ്ണ് നീക്കി പരിശോധന നടത്തുന്നു. കർണാടകയിലെ അങ്കോലയിൽ നിന്ന് അരുൺ പോപ്പറമ്പ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, എന്തൊക്കെയാണ് നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ? അരുൺ പൂപ്പറമ്പ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി അല്പസമയത്തിനകം ചേരും. രക്ഷാദൗത്യം നിർണായക ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. റഡാറിൽ നിന്ന് സിഗ്നൽ ലഭിച്ചിരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട വാർത്തയാണ് വരുന്നത്. ഏത് ഭാഗത്താണ് ലോറി മണ്ണിനടിയിൽപ്പെട്ട് കിടക്കുന്നത്? ആ ഭാഗം റഡാർ പരിശോധനയിൽ അറിയാൻ കഴിഞ്ഞിരിക്കുന്നു, ലോറി ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട്. അരുൺ, എന്തൊക്കെയാണ് ഈ റഡാർ പരിശോധനയുടെ വിശദാംശങ്ങൾ? വേണു, നമ്മളിപ്പോൾ ഉള്ളത് ഈ ദൗത്യ സംഘം തെരച്ചിൽ നടത്തുന്നു. അതായത് നിലവിൽ ഈ ലോറി കുടുങ്ങിക്കിടക്കുന്നു എന്ന് കരുതുന്ന ആ സ്ഥലത്താണ്. നിലവിൽ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാം, ഇതിന്റെ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് എത്രത്തോളം ഭീകരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത്ര വിശാലമായ ഒരു വലിയ, നമ്മൾ നേരത്തെ കരുതിയിരുന്നതിനപ്പുറത്തേക്ക് നമുക്ക് ആദ്യമായിട്ടാണ് ഈ സ്ഥലത്തേക്ക്, അതായത് ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്താൻ വേണ്ടി സാധിച്ചത്. ഇവിടുത്തെ ദൃശ്യങ്ങൾ അതിഭീകരമായ ദൃശ്യങ്ങളാണ്. ഒരു വലിയ മല തന്നെ ഇങ്ങോട്ട് ഇടിഞ്ഞ്, അതായത് താഴേക്ക് റോഡിന്റെ വശത്തേക്ക് ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇത് മണ്ണ് നീക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ്. നിലവിൽ റഡാർ ഉപയോഗിച്ചുള്ളതുകൊണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത്. നിലവിൽ NIT-യിലെ സൂറത്ത് NIT-യിലെ വിദഗ്ധരാണ് ഇത്തരത്തിൽ ഇത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കതിന്റെ സ്ക്രീൻ ഉൾപ്പെടെ കാണാം. ഈ വിദഗ്ധ സംഘം ഉൾപ്പെടെ ഇവിടെ ഉണ്ട്. അവർ അതിന്റെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടെ ഈ ഒരു സിഗ്നൽ ഇവരുടെ പരിശോധനയിൽ ലഭിച്ചിരുന്നു. എന്നാൽ അത് ഈ ലോറിയുടെ സിഗ്നലാണെന്ന് നിലവിൽ സ്ഥിരീകരിച്ചിട്ടില്ല എന്നതാണ് അവർ പറയുന്നത്. നിലവിൽ അവർക്ക് ആ സിഗ്നൽ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. അത് ഈ ലോറിയുടെ ഒരു രൂപത്തിലുള്ള സിഗ്നലാണ് എന്ന തരത്തിൽ നിലവിൽ സ്ഥിരീകരിച്ചിട്ടില്ല. അത് അല്പം കൂടി കാത്തിരിക്കണം എന്നതാണ് ഈ വിദഗ്ധ സംഘം, അതായത് സൂറത്തിൽ നിന്നുള്ള വിദഗ്ധ സംഘം എന്തായാലും നിലവിൽ പറഞ്ഞിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടക്കുകയാണ്. നിലവിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, അത് ഇവർ ഈ NIT-യിലുള്ള സംഘം, അവർ വിദഗ്ധ സംഘം, അവർ ഈ റഡാർ ഉപയോഗിച്ച് മാത്രമേ ഇവിടെ തെരച്ചിൽ നടത്താനാകൂ എന്നതാണ് പറയുന്നത്. നിലവിൽ ശരി, അരുൺ പൂപ്പറമ്പ തുടരുക. അരുൺ പൂപ്പറമ്പയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. റഡാർ പരിശോധന കാര്യക്ഷമമായി പുരോഗമിക്കുന്നു. NIT-യിൽ നിന്നുള്ള വിദഗ്ധ സംഘം റഡാർ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സിഗ്നൽ ലഭിച്ചിരിക്കുന്നു എന്നാണ് ഈ വിദഗ്ധ സംഘം പറയുന്നത്. അത് ലോറിയുടേതാണോ എന്നത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. നേരത്തെ അങ്ങനെയുള്ള സൂചനകൾ വന്നിരുന്നു. മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഈ ലോറി. അതിൽ നിന്നുള്ള അത് ലൊക്കേറ്റ് ചെയ്യാനായി റഡാർ പരിശോധനയിൽ കഴിഞ്ഞു എന്ന വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ വിദഗ്ധ സംഘം പറയുന്നത് ആ കാര്യത്തിൽ സ്ഥിരീകരണം വേണം എന്നാണ്. റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ അവിടെ കാര്യക്ഷമമായി പുരോഗമിക്കുന്നത്. എവിടെയാണ് ഈ ലോറി മണ്ണിനടിയിൽപ്പെട്ട് കിടക്കുന്നത്, ആ ഭാഗം കണ്ടെത്തുക എന്നതാണ് പരമപ്രധാനം. ആ നിർണായക ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ ഈ രക്ഷാദൗത്യം എത്തിയിരിക്കുന്നത്. സൂറത്തിൽ നിന്നുള്ള NIT വിദഗ്ധ സംഘം എത്തി റഡാർ പരിശോധനയിലേക്ക് കടന്നതോടെയാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് ഒരു നിർണായക ഘട്ടത്തിലേക്ക് എത്തി എന്ന് പറയാൻ കഴിയുന്ന അവസ്ഥയിലുള്ളത്. ഇപ്പോൾ ആ സംഘം അവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സിഗ്നൽ ലഭിച്ചു എന്നാണ് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്.